ഹലോ ഡിയർ ലോ ആസ്പിരൻസ് ലോ അമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ക്ലീ 2025 എക്സാമിന് വരാൻ സാധ്യതയുള്ള ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിനെ കുറിച്ചിട്ടാണ്. വിശദമായൊരു ചർച്ച ആവശ്യമായിട്ടുള്ള വിഷയമാണ്. മുൻ വർഷങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലോ അമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21ലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് വളരെ കുറഞ്ഞ സമയം നമ്മുടെ മുന്നിലുള്ളൂ. വളരെ ചുരുങ്ങിയ സമയത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്ത് പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അവിടെ നിങ്ങൾക്ക് കൃത്യമായി ഡെയിലി ക്ലാസ്സസ് തരുന്ന ഒരു കോച്ചിങ് തന്നെ വേണം. അത്തരത്തിൽ ആരെങ്കിലും ഒരു ഡെയിലി ക്ലാസ്സസ് ഉള്ളൊരു കോച്ചിങ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ കൃത്യമായി ഓഫ്ലൈനിൽ വന്ന് പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോ അമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ ക്രാഷ് കോഴ്സിലേക്ക് അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. ഓഫ്ലൈൻ വേണ്ടവർക്ക് ഓഫ്ലൈൻ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. 25ഓളം ആക്ച്വൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. സ്റ്റഡി മെറ്റീരിയൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള BNS അടക്കമുള്ള BNSSലെ ചോദ്യങ്ങളുള്ള BSAനെ കുറിച്ച് പറയുന്ന ഗൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലോ അമിനൻസിൻ്റെ ആപ്പ് ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ്സസ് ക്ലീ വരെ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഒരു ക്രാഷ് കോഴ്സ് തിരയുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒരു കോച്ചിങ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ അമിനൻസ് ജോബ് സെക്യൂരിറ്റിയെ ബന്ധപ്പെടാം. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 21ലേക്ക് പോവുകയാണ്. ആർട്ടിക്കിൾ 21 എന്ത് പറയുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സെക്ഷനിലെ ആർട്ടിക്കിളിലെ വാക്കുകൾ കൃത്യമായി പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാണ് നിയമം പറയുന്നത്. ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, നിയമം അങ്ങനെയാണ്. എന്നാൽ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് സ്റ്റേറ്റ് കൻ നോട്ട് ടേക്ക് അവേ പേഴ്സൺസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി അൺലെസ് ഇറ്റ് ഫോളോസ് എ ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ ലീഗൽ പ്രൊസീജിയർ. ഒരു ജസ്റ്റും ഫെയറും റീസണബിളും ആയിട്ടുള്ള ലീഗൽ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ സ്റ്റേറ്റിന് ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെയോ പേഴ്സണൽ ലിബർട്ടിയോ എന്ത് ചെയ്യാൻ പറ്റില്ല, കേർട്ടൈൽ ചെയ്യാൻ പറ്റില്ല എന്നാണ്. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ്. ഒരാൾക്കും അയാളുടെ ലൈഫും പേഴ്സണൽ ലിബർട്ടിയും ഡിപ്രൈവ്ഡ് ആവരുത് എന്നാണ് ആര് പറയുന്നത്, ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ തന്നെ ഭരണഘടനയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടാണ് ആർട്ടിക്കിൾ 21നെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഗതികളൊക്കെ പലപ്പോഴും ചോദ്യപേപ്പറുകളിൽ ചോദ്യമായിട്ട് കാണാറുണ്ട്. ഈ 21നെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയല്ലേ, പേഴ്സണൽ ലിബർട്ടിയും അതുപോലെ തന്നെ ലൈഫും. എന്താ ഈ ലൈഫ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണമല്ലോ. ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും എന്താ പറയുക, മിയർ ആനിമൽ എക്സിസ്റ്റൻസ് അല്ല. ഇവിടെ നമുക്ക് രണ്ട് റൈറ്റ് ആണുള്ളത്, ഒന്ന് റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടിയും. ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മിയർ ആനിമൽ എക്സിസ്റ്റൻസ് അല്ല, ഒരു ബയോളജിക്കൽ എക്സിസ്റ്റൻസ് അല്ല. മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ എങ്ങനെ ജീവിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാൻ പാകത്തിനുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റണം എന്നാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ഡിഗ്നിറ്റിയോട് കൂടിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആക്സസ് ടു ബേസിക് നെസസിറ്റീസ് ലൈക്ക് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ പോലുള്ള സംവിധാനങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. എ ലൈഫ് ഫ്രീ ഫ്രം ഹ്യൂമിലിയേഷൻ ഓർ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും ഫ്രീ ആയിട്ടുള്ളൊരു ജീവിതം അയാൾക്ക് ഉണ്ടാവണം. ഓപ്പർച്യൂണിറ്റീസ് ടു ഗ്രോ ഫിസിക്കലി, മെൻ്റലി ആൻഡ് സ്പിരിച്വലി എന്നാണ് പറഞ്ഞത്. ഫിസിക്കലാണെങ്കിലും മെൻ്റലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും ഗ്രോ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. ഈ പറയുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുമ്പോഴാണ് ഇന്ത്യയിൽ ഒരാൾക്ക് റൈറ്റ് ടു ലൈഫ് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് റൈറ്റ് ടു ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ റൈറ്റ് ടു ലൈഫ് നിലവിലുണ്ട് എന്ന് പറയാൻ പറ്റുക. ഈ പറയുന്ന പോലെ അല്ലാതെ ലൈഫ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു എന്താ പറയുക മിയർ ആനിമൽ എക്സിസ്റ്റൻസ് അല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് റൈറ്റ് ടു ലൈഫ് എന്ന പദത്തിലൂടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ 21 പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത റൈറ്റ് നമുക്ക് നോക്കാം, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി. എന്താ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ടാവണം അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റേറ്റിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ സ്റ്റേറ്റിന് തോന്നുമ്പോൾ ഡീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരാണ്. നിങ്ങളുടെ മൂവ്മെൻറ്റുകളെ തടയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം, പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ഓർ ഡിറ്റൻഷൻ. നോ വൺ ക്യാൻ ബി ഡിറ്റൈൻഡ് വിത്തൗട്ട് എ ഫെയർ ലീഗൽ പ്രൊസീജിയർ. തോന്നിയ പോലെ സ്റ്റേറ്റിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റിന് ഒരാളെ അവരുടെ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് പൂട്ടിയിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഫെയർ പ്രൊസീജിയർ വേണം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. എവറി ഇൻഡിവിജ്വൽ, എവറി സിറ്റിസൺ ഓഫ് ദി കൺട്രി ഹാസ് ദി റൈറ്റ് ടു ട്രാവൽ വിത്തിൻ ഇന്ത്യ ഓർ അബ്രോഡ് സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇൻക്ലൂഡ്സ് ദി റൈറ്റ് ടു ലീവ് ഓർ റിട്ടേൺ ടു ദ കൺട്രി. രാജ്യം വിടാനോ രാജ്യത്തിലേക്ക് വരാനോ നമുക്ക് അവകാശമുണ്ട്. ഇതാണ് ഈ മനേകാ ഗാന്ധി കേസ് എന്ന് പറയും. നമുക്ക് ഇതിലെ കേസുകൾ ചർച്ച ചെയ്യണം. ഇതിൽ മനേകാ ഗാന്ധി കേസിലൊക്കെ റൈറ്റ് ടു ട്രാവലുമായി ബന്ധപ്പെട്ട, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട വലിയ ഡിസ്കഷൻസ് ഇന്ത്യ ചരിത്രത്തിൽ നടന്നിട്ടുള്ള കേസാണ്. ഇവിടെ ഇപ്പം ഞാനൊരു ചോദ്യം പറഞ്ഞു കേട്ടോ, ഈ മനേകാ ഗാന്ധി കേസ് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ആൻസർ ഇസ് ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പേഴ്സണൽ ചോയ്സും ഓട്ടോണമിയും. റൈറ്റ് ടു മേക്ക് ഡെസിഷൻസ് അബൌട്ട് വൺസ് ഓൺ ബോഡി. എൻ്റെ ശരീരത്തിനെ കുറിച്ചിട്ട്, എൻ്റെ ജീവിതത്തിനെ കുറിച്ചിട്ട്, എൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ട്, എൻ്റെ ചോയ്സ് ഓഫ് പ്രൊഫഷനെ കുറിച്ചിട്ട്, ഒക്കുപ്പേഷനെ കുറിച്ചിട്ട്, കല്യാണത്തിനെ കുറിച്ചിട്ട്, പാർട്ട്ണറെ കുറിച്ചിട്ട്, ഇതിനൊക്കെ നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശം. ഇപ്പോൾ റൈറ്റ് ടു ചൂസ് യുവർ പാർട്ട്ണർ, അത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നോക്കിയാൽ ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ല, പക്ഷേ അത് റൈറ്റ് ടു ലൈഫിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം പിന്നെ പേഴ്സണൽ ചോയ്സും ഓട്ടോണമിയും ഏതിൻ്റെ ഭാഗമാണ്? പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ റൈറ്റ് ടു ചൂസ് യുവർ പാർട്ട്ണർ ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആർട്ടിക്കിൾ 21 ആണ്. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രിവസി, നിങ്ങളുടെ പ്രിവസിയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ആർട്ടിക്കിൾ 21 അതും പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ്. ഈ പ്രിവസി പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വർഷം മരിച്ചുപോയ KS പുട്ടസ്വാമി അല്ലേ, പുട്ടസ്വാമി സാറിൻ്റെ ഒക്കെ ഒരുപാട് കേസുകൾ, KS പുട്ടസ്വാമിയുടെ കേസുകൾ നമുക്ക് എന്തിലുണ്ട്? പ്രിവസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് ഇന്ത്യൻ ലീഗൽ കോണ്ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എഴുതിയ പുസ്തകം, അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ പേര്, പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പോലുള്ള കേസിൻ്റെ പേരുകളൊക്കെ എന്ത് ചെയ്തിട്ട് പോകണം? നോട്ട് ചെയ്തിട്ട് പോകണം എക്സാമിന്. അപ്പോൾ റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടിയുമാണ് ആർട്ടിക്കിൾ 21 പറഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട റൈറ്റ്സ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും കേസുകളും മറ്റുമൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ആർട്ടിക്കിൾ 21 വരാൻ സാധ്യതയുള്ളതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അതിലേക്ക് ഒന്ന് വരുമ്പോൾ റൈറ്റ് ടു ലൈഫ് ആൻഡ് സൂയിസൈഡ്. ഈ റൈറ്റ് ടു ലൈഫും സൂയിസൈഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെയുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടന IPCയിൽ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പീനൽ കോഡായിരുന്ന IPCയിൽ 309 എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. 309 എന്താ ചെയ്തതെന്ന് വെച്ചാൽ അറ്റംപ്റ്റ് ടു സൂയിസൈഡിനെ പണിഷ് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് 309 പണിഷ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുകയാണ് രത്നം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു കേസ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഈ രത്നം കേസിൽ കോടതി പറഞ്ഞു റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ഡൈ ഓൾസോ. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന 21 ഉള്ളിൽ റൈറ്റ് ടു ഡൈയും കൂടി ഉണ്ട്. അതുകൊണ്ട് 309 ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. ജീവിക്കാനുള്ള അവകാശത്തിൽ മരിക്കാനും അവകാശമുണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ 309 എന്താക്കി? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ 309 ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യയിൽ എന്താ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ആത്മഹത്യകളുണ്ടായി. അപ്പോൾ സ്റ്റേറ്റിന് മനസ്സിലായി ഇതിങ്ങനെ പറഞ്ഞത് ശരിയല്ല, ഇതിൽ തെറ്റുണ്ട്. അപ്പോൾ കോടതികൾ തന്നെ പിന്നീടൊരു കേസിൽ അത് തിരുത്തി. ഏതായിരുന്നു ആ കേസ് എന്ന് വെച്ചാൽ ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിലാണ്. ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ കോടതി രത്നം ഡിസിഷൻ ഓവർറൂൾ ചെയ്തിട്ട് പറഞ്ഞു റൈറ്റ് ടു ലൈഫിൻ്റെ ഉള്ളിൽ എന്തില്ല? റൈറ്റ് ടു ഡൈ ഇല്ല. അപ്പോൾ ഏത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് വന്നു? 309 വീണ്ടും പഴയ പൊസിഷനിലേക്ക് വന്നു. ഈ 309 പഴയ പൊസിഷനിലേക്ക് വന്നപ്പോൾ അവിടെ വീണ്ടും ഒരു ചോദ്യം വന്നു. അതായത് ജീവിതത്തിൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്, അതിലും പരാജയപ്പെട്ടു പോയ ഒരുത്തിനെ വീണ്ടും പിടിച്ച് തൂക്കുകയോ എന്നുള്ള ഒരു ചോദ്യം വന്നു. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്നോണം 2017 നമ്മൾ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് കൊണ്ടുവന്നു. ഇപ്പം മെൻ്റൽ ഹെൽത്ത് കെയർ ആക്റ്റാണ് റൈറ്റ് ടു ലൈഫും സൂയിസൈഡുമായി ബന്ധപ്പെട്ട, സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് പരാജയപ്പെട്ടു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇപ്പോൾ ഗവേൺ ചെയ്യുന്ന ആക്ട് 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്റ്റാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിലവിൽ വന്ന BNSൽ നമ്മൾ എന്ത് ഒഴിവാക്കിയിട്ടുണ്ട്? അറ്റംപ്റ്റ് ടു സൂയിസൈഡ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഈ പറയുന്ന കേസുകളൊക്കെ 21 ചർച്ച ചെയ്ത കേസുകളാണ്. രത്നം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും പിന്നെ ഗ്യാൻ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, പിന്നെയുണ്ട് കേട്ടോ മാരുതി ശ്രീപതി ദുബൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുകൾ ഈ കോണ്ടെക്സ്റ്റിൽ പറയണം. അപ്പോൾ ഈ റൈറ്റ് ടു ലൈഫും സൂയിസൈഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പൊതുവിൽ ക്ലിയിൽ കാണാറുണ്ട്. അതിൽ ഈ കേസുകൾ ചോദിക്കാം, ഇപ്പോൾ ഉള്ള ആക്ട് ചോദിക്കാം, പഴയ കേസിൻ്റെ പൊസിഷൻ ചോദിക്കാം, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുവിൽ കണ്ടുവരുന്ന മറ്റൊരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ റൈറ്റ് ടു ലൈഫും യൂത്തനീഷ്യയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ്. എന്താ യൂത്തനീഷ്യ എന്ന് പറഞ്ഞാൽ? യൂത്തനീഷ്യ ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഇൻറ്റൻഷനലി എൻഡിങ് ലൈഫ് ഇൻ ഓർഡർ ടു റിലീവ് സഫറിങ് ആൻഡ് പെയിൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മേഴ്സി കില്ലിംഗ്. മേഴ്സി കില്ലിംഗ് എന്നാണ് നമ്മൾ ഇന്ത്യയിൽ ഇതിനെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇനിയും നരകിച്ച് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാളെ നമ്മൾ ഇൻറ്റൻഷനലി തന്നെ അയാളുടെ ലൈഫ് അവസാനിപ്പിക്കുകയാണ്.
ഈ യൂത്തനേഷ്യ തന്നെ 2 തരമുണ്ട്. പാസീവ് യൂത്തനേഷ്യ ഉണ്ട്, ആക്റ്റീവ് യൂത്തനേഷ്യ ഉണ്ട്. പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് വെർ ദി ട്രീറ്റ്മെൻറ്റ് ഫോർ ദി ടെർമിനലി ഇൽ പേഴ്സൺ ഇസ് വിഡ്രോൺ, ദാറ്റ് ഈസ് കണ്ടീഷൻസ് നെസസറി ഫോർ ദ കണ്ടിന്യൂൻസ് ഓഫ് ലൈഫ് ആർ വിഡ്രോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീവിതത്തിൽ ഇനി മെഡിക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മരിച്ചു പോകാൻ സാധ്യതയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ മെഡിക്കൽ സപ്പോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്താവും, മരിക്കും. അതെന്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇനിയും ഇങ്ങനെ മെഡിക്കൽ സപ്പോർട്ട് കിട്ടി ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിലും നല്ലത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതാണല്ലോ എന്ന്. അതാണ് മേഴ്സി കില്ലിംഗ് എന്ന് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പാസീവ് യൂത്തനേഷ്യ ലീഗലാണ്. ഈ പാസീവ് യൂത്തനേഷ്യയുമായി ബന്ധപ്പെട്ട കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ ചർച്ച ചെയ്തത് ഈ ലൈഫിനെ കുറിച്ചിട്ട് തന്നെയാണ്. കാരണം ലൈഫ് അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കോമ്പണൻ്റാണ്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം മരണക്കിടക്കയിൽ കിടന്ന് ഇങ്ങനെ നരകിക്കുന്ന ഒരവസ്ഥ ഡിഗ്നിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ് 21 ഈ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വെർ എ ഡോക്ടർ ഇൻറ്റൻഷനലി ഇൻ്റർവീൻസ് ടു എൻഡ് സംവൺസ് ലൈഫ് വിത്ത് ദ യൂസ് ഓഫ് ലീത്തൽ സബ്സ്റ്റൻസസ്. ലീത്തലായിട്ടുള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ഒരാളെ ഇൻറ്റൻഷനലി കൊല്ലുന്നതിനെയാണ് ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറയുക. അത് ഇന്ത്യയിൽ ലീഗലല്ല. പാസീവ് യൂത്തനേഷ്യ ഇന്ത്യയിൽ ലീഗലാണ്. ഇതും ഈ ഒരു കോൺടെക്സ്റ്റിൽ 21 കോൺടെക്സ്റ്റിൽ പലപ്പോഴും ചോദ്യപേപ്പറുകളിൽ ചോദ്യമായിട്ട് കാണാറുള്ള സംഗതിയാണ്. യെസ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട 4-5 കേസുകളുണ്ട്. ഞാനതാണ് പറഞ്ഞത് കേസുകൾ പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഒന്ന് AK ഗോപാലൻ്റെ കേസാണ്. AK ഗോപാലൻ കേസൊക്കെ ഒരുപാട് കാലം മുന്നേ നടന്ന കേസാണ്, 1950 കേസാണ്. ഇതിൽ ലൈഫിനെ ഭയങ്കര നാരോ ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഗതിയാണ്, മിയർ ആനിമൽ എക്സിസ്റ്റൻസ് ആണ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിൽക്കുകയാണ് മനേകാ ഗാന്ധി കേസ് വരുന്നത്. മനേകാ ഗാന്ധി ലൈഫിനെ കൂടി വലുതാക്കി. ലൈഫ് എന്ന് പറയുന്നത് ഒരു നാരോ കോൺസെപ്റ്റ് അല്ല, ഇതിൽ ഒരുപാട് റൈറ്റ്സിനെ കൊണ്ടുവരാം. ഈ മനേകാ ഗാന്ധി കേസ് ലൈഫിനെ വലുതാക്കിയതുകൊണ്ടാണ് പിന്നീടുള്ള കാലത്ത് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ് എന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് പോലും 21 അടിസ്ഥാനത്തിൽ റൈറ്റ് ടു 21 അതുമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനെ ഉൾപ്പെടുത്താൻ കാരണം? ഇൻ്റർനെറ്റ് ഇന്ന് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ മനേകാ ഗാന്ധിയാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചത്. അവിടെ നിന്നാണ് കേട്ടോ പിന്നെ ലൈഫിലേക്ക് ഒരുപാട് കേസുകളെ, റൈറ്റ് ടു ലൈഫിലേക്ക് ഒരുപാട് കേസുകൾ നമ്മൾ ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു തുടക്കം മനേകാ ഗാന്ധി കേസാണ്. ഇപ്പോൾ ഓൾഗ ടെല്ലിസ് കേസ് 1985 കേസാണ്. റൈറ്റ് ടു ലൈവ്ലിഹുഡിനുള്ള അവകാശം 21 ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് KS പുട്ടസ്വാമി കേസിൽ റൈറ്റ് ടു പ്രിവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസുകളും നിങ്ങൾ എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ നോട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആർട്ടിക്കിൾ 21 എന്താണെന്നും ആർട്ടിക്കിൾ 21 നമുക്ക് തരുന്ന 2 അവകാശങ്ങളെക്കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ചില ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസിനെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റുകളും ചില ആശയങ്ങളും ചില കേസുകളൊക്കെ ചർച്ച ചെയ്തു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളും ഞാനും 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് വരുന്ന നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചോദ്യം എങ്ങനെയാണ്? ദ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത്. റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാസീവ് യൂത്തനേഷ്യ ആണോ, അബോളിഷൻ ഓഫ് ഡെത്ത് പെനാൽറ്റി ആണോ, റൈറ്റ് ടു സൂയിസൈഡ് ആണോ, നൺ ഓഫ് ദി അബോവ് ആണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി, മാന്യതയോടുകൂടി മരിക്കാനുള്ള അവകാശം. അതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാസീവ് യൂത്തനേഷ്യയുമായി ബന്ധപ്പെട്ടതാണ്. കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേസാണ്, മനസ്സിലാക്കി വെച്ചോളുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റൈറ്റ് ഡിറൈവ്ഡ് ഫ്രം ആർട്ടിക്കിൾ 21? ആർട്ടിക്കിൾ 21 നിന്നും ഡിറൈവ് ചെയ്തിട്ടില്ലാത്തതായിട്ടുള്ള റൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടു പ്രിവസി ആർട്ടിക്കിൾ 21 ആണ് അല്ലേ. റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് ആർട്ടിക്കിൾ 21 ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 21 ആണോ? നോക്കാം. റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെൻറ്റ് ആർട്ടിക്കിൾ 21 ആണ്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ ലൈഫിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലീൻ എൻവയോൺമെൻറ്റ് കിട്ടണം ഒരാൾക്ക്, അത് അയാളുടെ റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസറായിട്ട് വരുന്ന ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി. കാരണം എന്താ? റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 21 ഭാഗം അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കോച്ചിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കണം. ഇതിലൊരുപാട് കേസുകൾ വരാനുണ്ട്, ഒരുപാട് കേസസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺസെപ്റ്റ്സ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലഭിക്കുന്നതിന് ക്ലാസ് റൂമുകളിൽ നിന്ന് തന്നെ പഠിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളോട് മത്സരിക്കാൻ പോകുന്നത് പ്രോപ്പറായിട്ട് കോച്ചിങ് എടുത്ത് വരുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു കോച്ചിങ്ങിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ക്രാഷ് കോഴ്സ് തിരയുന്ന ആളാണെങ്കിൽ ലോമിനൻസ് ജോബ് സെക്യൂറിറ്റിയുടെ വാതിലുകൾ നിങ്ങൾക്കിപ്പോഴും ഓപ്പൺ ആണ്. ഞാൻ എപ്പോഴും അതാണ് പറയുക അല്ലേ, ഞങ്ങളിപ്പോഴും ഓപ്പൺ ആണ്, ഞങ്ങളുടെ കുട്ടികൾ ഇപ്പോഴും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2025 ക്ലീക്ക് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളിലൂടെ ഞങ്ങൾ അറിയിക്കുക. ഒപ്പം ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരമാണോ അല്ലേ എന്നുള്ളത് ഫീഡ്ബാക്കുകളിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.